ഗായ്സ്, എല്ലാവർക്കും ഇന്ത്യൻ ബൈക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എൻ്റെ മാമൻ്റെ മോന് ബാഗ് മേടിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള പോച്ചയിലെന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. നമുക്ക് നേരെ നമ്മുടെ പോച്ചയിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം. ഞാനും എൻ്റെ വൈഫും കൂടാണ് പോച്ചയിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോണത്. മാമനും മാമിയും പിന്നെ മോനും എവിടെയോ പോയേക്കുവാണ് യാത്ര. നമ്മൾ അവർക്ക് സർപ്രൈസായിട്ടാണ് ബാഗ് മേടിച്ച് നൽകാൻ പോണത്. അവൻ അംഗനവാടിയിലോട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി അവന് പൂച്ച ബാഗൊക്കെ വാങ്ങണം. നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാം ഗായ്സ്. നമ്മൾ പോവുകയാണ്. നിങ്ങൾ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈഫും ഇതാ വരുന്നുണ്ട്. ഇതാ നമ്മൾ പോവുകയാണ് കേട്ടോ. നീ കിടന്ന് വെറുതെ കരയുന്ന മോളെ, നമുക്ക് കയറാൻ കടയ്ക്കകത്തോട്ട്. ഇതാ കടയ്ക്കകം നമുക്ക് കയറാൻ നേരെ കേട്ടോ. എന്തോ ഒരു അലർച്ച കേൾക്കുന്നുണ്ട് ഗായ്സ്. നമുക്ക് തിരിഞ്ഞു നോക്കാം എന്തുവാണെന്ന്. എൻ്റെ വൈഫും എൻ്റെ കൂടെ ഇറങ്ങിയായിരുന്നു. നമുക്ക് നോക്കാം തിരിഞ്ഞ് ആരാണെന്ന് അവിടെയെന്ന്. അയ്യോ, എൻ്റെ വൈഫിനെ കാണുന്നില്ല. എന്തോ ചെയ്യും ഗായ്സ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയേണ്ടി വരും. അതിനിവിടെ വണ്ടിയും കാണുന്നില്ല. നമ്മുടെ വണ്ടി എവിടെയോ നമ്മൾ ദൂരെ പാർക്ക് ചെയ്തിട്ടായിരുന്നു. അയ്യോ, വണ്ടിയും കാണുന്നില്ല. എങ്ങനെ എത്തും അങ്ങോട്ടോട്ട്? ഈ ചേച്ചി എടുത്ത് ചോദിച്ചോ. ചേച്ചി, ആ ചേച്ചി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്നെങ്കിലും വണ്ടി പിടിച്ചിട്ട് നമ്മളങ്ങനെ ഒരു ടാക്സി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ടാക്സി കയറി നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടുവാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടേക്കാം ഗൈസ്. നമ്മുടെ പെട്ടെന്ന് വിടണം ഗൈസ്. അങ്ങനെ നമ്മുടെ ടാക്സി ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് കയറാം ഗൈസ്. ഇതാണ് പോലീസ് സ്റ്റേഷൻ അകം. നമുക്ക് നേരെ ഓടി ഓടി കയറാം. സാറേ, ഞാൻ ഒരു പരാതി പറയാൻ വേണ്ടി വന്നേ. കയറിക്കോട്ടെ. സാറന്മാർ പറഞ്ഞ് കയറിക്കോളാൻ. നമുക്ക് ഈ സാറന്മാരോട് അടുത്താണ് പറയേണ്ടത്. എൻ്റെ വൈഫിനെ കാണാനില്ല സാറേ. ഇപ്പോൾ 1 മണിക്കൂറായതേ ഉള്ളൂ സാറേ. അടുത്തുള്ള പോച്ചയിൽ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാ. CCTV നോക്കിയിട്ട് എന്തോ ആയി സാറേ? ഏത് ഇറക്കനാന്ന് വല്ലോ അറിയാൻ പറ്റുമോ സാറേ? ഒന്ന് പെട്ടെന്ന് അന്വേഷിച്ച് തരണേ. എൻ്റെ വൈഫാണ് കേട്ടോ സാറേ, പ്ലീസ്. ഗായ്സ്, നമ്മുടെ സാറ് പറഞ്ഞ നാളെ വരാനാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനുള്ള വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ക്യാബിൽ കയറി തിരിച്ചു പോവാം ഗായ്സ്. ടാക്സിയാണ് കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം പെട്ടെന്ന്. ടാക്സിക്കാരാ പെട്ടെന്ന് വിടുക. നമ്മളങ്ങനെ പോവുകയാണ് ഗെയ്സ്. നമ്മളിങ്ങനെ ടാക്സിക്കാരൻ തിരിച്ചെടുക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മാമൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തോട്ട് വിടാം ഗൈസ്. നമ്മൾ പീടി പോണേ മാമൻ്റെ വീട്ടിലോട്ട്. മാമൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ടേൺ എടുത്താൽ മതി മാമൻ്റെ വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മാമൻ്റെ വീട്. കഴിഞ്ഞ സീരിയസൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും മാമൻ്റെ വീട്. നമ്മൾ നേരെ മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മുടെ ടാക്സി ഇവിടെ കൂടെ ഒക്കെ കയറ്റി പോകുന്നുണ്ട്. പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ഗൈസ്. നമുക്ക് നേരെ പെട്ടെന്ന് മാമൻ്റെ ആൻറ്റിയുടെയും വീട്ടിലോട്ട് വിടാം ഗൈസ്. ഇതാണ് മാമൻ്റെ ആൻറ്റിയുടെ വീട്. നമ്മളിതാ കാബ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഗെയ്സ്. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ 300 രൂപ കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് നേരെ അകത്ത് കയറി ഫ്രഷായി ഉടുപ്പൊക്കെ മാറിയിട്ട് മാമനോടും ആൻറ്റിയോടും ഒക്കെ കാര്യങ്ങളെല്ലാം പറയണം. അന്നത്തെ ബാക്കി നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റൂ. മാമനും പോലീസുകാരെ ചെറുതായിട്ടൊക്കെ പരിചയമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഭയങ്കര വിഷമമാണ്. പോലീസുകാരിപ്പോൾ വിളിച്ചിട്ടുണ്ട് ഗെയ്സ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ഗെയ്സ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.